നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. തെരുവുനായ വിഷയത്തിൽ ഉടൻ പരിഹാരം കാണണം. തെരുവിലിറങ്ങി BJP. കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം. ഇനി ചെങ്കൊടിത്തണലിൽ കണ്ണൂരിലെ കോൺഗ്രസ് നേതാവ് CPM-ൽ ചേർന്നു. പുതിയ പാത തിരഞ്ഞെടുത്തത് മുൻ എടക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KV രവീന്ദ്രൻ. രക്തഹാരം അണിയിച്ച് സ്വീകരിച്ച് CPM നേതാക്കൾ. പ്രശ്നപരിഹാര അദാലത്ത്. വനിതാ കമ്മീഷന് മുന്നിൽ പരാതി പ്രവാഹം. കലക്ട്രേറ്റിലെ സിറ്റിംഗിൽ ലഭിച്ചത് 74 പരാതികൾ, 13 തീർപ്പ്. വാർത്തകൾ വിശദമായി. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് മനുഷ്യജീവൻ രക്ഷിക്കുക, നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകുക, റെസ്ക്യൂ സെന്റർ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് കണ്ണൂർ നോർത്ത് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. തെരുവുനായ പ്രശ്നത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കോർപ്പറേഷൻ മേയറും പറയുന്നതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത്? 20 ലക്ഷം രൂപ കോർപ്പറേഷൻ നൽകിയെന്ന് പറയുമ്പോൾ 5 ലക്ഷം മാത്രമാണ് നൽകിയതെന്ന് ജില്ലാ പഞ്ചായത്ത് പറയുന്നു. ചുരുങ്ങിയ പക്ഷം ജില്ലാ പഞ്ചായത്ത് രാജ് ആക്ട് വായിക്കാനുള്ള മനസ്സെങ്കിലും ഭരണാധികാരികൾ കാണിക്കണമെന്ന് KK വിനോദ് കുമാർ പറഞ്ഞു. മറ്റൊരു കാര്യം, തെരുവ് കച്ചവടക്കാർ, ആ തെരുവ് കച്ചവടക്കാർ ഭീഷണിയോടുകൂടി, ഭയപ്പാടോടുകൂടിയാണ് അവർ ജോലി ചെയ്യുന്നത്. ഏത് സമയമാണ് ഇത് വരിക, കയറുക, കടിക്കുക എന്ന് പറയാൻ പറ്റില്ല. നോക്കൂ, ഇത്തരം ഒരു കഴിവില്ലാതെ ഒരു ഭരണകൂടം കണ്ണൂരിന് ആവശ്യമുണ്ടോ? ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് LDF, കോർപ്പറേഷൻ ഭരിക്കുന്നത് UDF. ഈ LDF-ഉം UDF-ഉം പരസ്പരം പഴിചാരി അവരുടെ ഉത്തരവാദിത്തം നിന്ന് ഓടി ഒളിക്കുന്ന ഒരു സാഹചര്യം പ്രിയമുള്ളവരെ ഇത് നമുക്ക് അനുവദിച്ചുകൂടാ. ഈ ആവശ്യം BJP-ക്കാർക്ക് വേണ്ടി മാത്രമല്ല, ഈ ആവശ്യം ജനങ്ങൾക്ക് വേണ്ടിയാണ്. കടിക്കാൻ പോകുന്ന പട്ടിക്ക് ഇവൻ BJP-ക്കാരനാണോ, അല്ലെങ്കിൽ ലീഗുകാരനാണോ, അല്ലെങ്കിൽ CPM ആണോ, കോൺഗ്രസ് ആണോ എന്ന് നോക്കിയിട്ടാണോ പട്ടികൾ കടിക്കാൻ പോകുന്നത്? എല്ലാവരുടെയും ജീവനും ഭീഷണമായിരുന്ന സാഹചര്യത്തിന് അടിയന്തരമായ പരിഹാരം ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP-യുടെ നേതൃത്വത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്നത്. BJP കണ്ണൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി TC മനോജ് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് ബിജിൽ സ്വാഗതം പറഞ്ഞു. AP ഗംഗാധരൻ, C നാരായണൻ, BJP ജില്ലാ കമ്മിറ്റി അംഗം KG ബാബു, എടക്കാട് മണ്ഡലം പ്രസിഡന്റ് ഷമീർ ബാബു തുടങ്ങിയവരും സംസാരിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി മാച്ചേരി ന്യൂ UP സ്കൂൾ വിദ്യാർത്ഥികൾ ഏച്ചൂർ ഗാന്ധി സ്മാരക ഗ്രന്ഥശാല സന്ദർശിച്ചു. ഗ്രാമീണ വായനശാല പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുവാനും പുതിയ പുസ്തകങ്ങൾ, എഴുത്തുകാർ എന്നിവരെ പരിചയപ്പെടുന്നതിനും ഗ്രന്ഥശാല പ്രവർത്തകരുടെ അനുഭവങ്ങൾ അറിയുന്നതിനും കൂടിയാണ് വിദ്യാർത്ഥികളുടെ സന്ദർശനം. കൊടുങ്ങോട് അച്യുതവിലാസം LP സ്കൂൾ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ KV ജയരാജ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ വായനശാലകൾക്കും എല്ലാ വിദ്യാലയങ്ങൾക്കും അതിൻ്റെതായ കഥകൾ, ചരിത്രം പറയാനുണ്ടാവും. എനിക്ക് നിങ്ങളോട് ആദ്യമായി സൂചിപ്പിക്കേണ്ടത്, ഇതിന്റെ ചരിത്രത്തിന്റെ വേരുകൾ അന്വേഷിക്കാൻ നിങ്ങളുടെ വായനയും ഇതുപോലുള്ള സമ്പർക്ക പരിപാടികളും ഉപയുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നാണ്. ചന്ദ്രൻ ആദ്യം തന്നെ പറഞ്ഞു, ഇത് എഴുതുമ്പോൾ സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ള സൂചന നൽകിയിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, എൻ്റെ മക്കൾക്ക്, എൻ്റെ കുട്ടിക്ക് സമ്മാനം കിട്ടണം എന്നുള്ള വല്ലാത്ത വെപ്രാളത്തിന്റെ നടുവില് നമ്മുടെ രക്ഷിതാക്കൾ ഇതൊക്കെ ചെയ്ത് എഴുതി ഏൽപ്പിക്കുന്ന ഒരു പ്രവണത നമുക്ക് വളരെ നന്നായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. രക്ഷിതാക്കളുടെ ആ ലക്ഷ്യം നല്ല ഒരു ലക്ഷ്യമായിട്ട് എന്നെപ്പോലുള്ള അധ്യാപകർ കാണാറില്ല. അത് യഥാർത്ഥത്തിൽ ആ കുട്ടിയെ നന്നാക്കുകയല്ല, വളർത്തുകയല്ല ചെയ്യുക, ആ കുട്ടിയെ തളർത്തുകയാണ്, മോശമാക്കുകയും ആണ് ചെയ്യുക എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് എൻ്റെ രക്ഷിതാവ്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, അല്ലെങ്കിൽ അതിൻ്റെ സഹോദരങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരികയും സ്വന്തമായിട്ട് പ്രശ്നങ്ങളെ, പ്രതിബന്ധങ്ങളെ നോക്കിക്കാണാനും അതിനെ മറികടക്കാനുള്ള നമ്മുടെ സ്വന്തമായ കഴിവ് അതോടുകൂടി നശിക്കുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഗ്രന്ഥശാല പ്രസിഡന്റ് K ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാലയുടെ പ്രവർത്തന രീതികളെക്കുറിച്ച് ഗ്രന്ഥശാല സെക്രട്ടറി ചന്ദ്രൻ കാണിച്ചേരിയും ഗ്രന്ഥശാലയിലെ പുസ്തക ശേഖരത്തെക്കുറിച്ച് ലൈബ്രറിയന്മാരായ MC രംന, ജെമിനി, അജേഷ് എന്നിവരും സംസാരിച്ചു. സർക്കാരിന്റെ കീഴിലുള്ള ലൈബ്രറി കൗൺസിൽ രജിസ്റ്റർ ചെയ്തതാണ്.
നിങ്ങളുടെ സ്കൂളെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലെ വായനശാലകൾ ഓരോ ലൈബ്രറികളിലും അതിൻ്റെ ലൈബ്രറി കൗൺസിൽ എന്ന അതിൻ്റെ ഒരു സംഘടിത രൂപത്തിൽ രജിസ്റ്റർ ചെയ്തതാണ്. ആദ്യം കേരള ഗ്രന്ഥശാല സംഘം എന്നതായിരുന്നു അതിൻ്റെ പേര്. പിന്നീട് അത് മാറ്റി കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലായി. അങ്ങനെ ആണ് ആ ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകനാണ് ടി.എൻ. പണിക്കർ. ആദ്യത്തെ ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറി. അങ്ങനെയുള്ള ആ ലൈബ്രറി കൗൺസിൽ അഫിലിയേറ്റ് ചെയ്ത ഒരു ലൈബ്രറിയാണ് ഏച്ചൂർ ഗാന്ധി സഭ. ഓരോ വായനശാലയുടെയും പ്രവർത്തനം, പുസ്തകത്തിൻ്റെ എണ്ണം, അവിടുത്തെ മറ്റ് പത്രങ്ങളുടെ എണ്ണം, അതിനൊക്കെ വെച്ച് ഓരോ വായനശാലകളിലും വ്യത്യസ്ത ഗ്രേഡുകളായി നിയന്ത്രിച്ചിട്ടുണ്ട്. A+ മുതൽ F വരെയുള്ള ഗ്രേഡുകളിൽ വായനശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. ലക്ഷ്മണൻ തുണ്ടിക്കോത്ത്, കെ ശ്രീലത, സി ശ്രീദീപ്, പി ഷീന, വി വരുണ, കെ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ. ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിലക്കയറ്റം, അനധികൃത കേറ്ററിംഗ് എന്നീ വിഷയം ഉന്നയിച്ചുകൊണ്ട് ജില്ലാതല സമര സന്ദേശ വാഹനയാത്ര സംഘടിപ്പിച്ചു. കണ്ണൂരിൽ ജില്ലാ രക്ഷാധികാരി പി ഉമ്മർ ഫ്ളാഗ് ജില്ലാ പ്രസിഡന്റും ജാഥ ലീഡറുമായ പി ജോയ്ക്ക് കൈമാറി. കണ്ണൂർ മേഖലാ പ്രസിഡന്റ് പ്രിനദ് മാധവൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി വിൻസെന്റ് തോമസ് അധ്യക്ഷത വഹിച്ചു. ജൂലൈ 8 സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് സമര സന്ദേശ വാഹന ജാഥ സംഘടിപ്പിച്ചത്. കാറ്ററിംഗിന്റെ പേര് പറഞ്ഞുകൊണ്ട് ചില വിസിറ്റിംഗ് കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഉള്ള ബിസിനസ് ചെയ്യുന്ന ചില കാറ്ററിംഗുകാർ ഈ സമൂഹത്തിലുണ്ട്. അവരെ സംബന്ധിച്ച് സമൂഹം പരിശോധിക്കേണ്ടതാണ്. അവർ നൽകുന്ന ഭക്ഷണങ്ങളുടെ എത്രത്തോളം ഗുണനിലവാരമുണ്ട്, എത്രത്തോളം ആരോഗ്യപ്രദമാണ് എന്നുള്ളത് പൊതുജനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്നാണ് ഈ ജാഥയിലൂടെ നമ്മൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം. കാറ്ററിംഗ് അസോസിയേഷന്റെ അംഗങ്ങളെ സംബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ദേഹപരിശോധന നടത്തി ഫോസ്റ്റ് ട്രാക്കിന്റെ ട്രെയിനിങ് എടുത്തു ജലപരിശോധന നടത്തിയിട്ടുള്ള ആധികാരികമായ ബിസിനസ് ചെയ്യുന്നവരാണ് കാറ്ററിംഗ് മേഖലയിലുള്ളവർ എന്നുകൂടി ഈ അവസരത്തിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കണ്ണൂർ, ഇരിട്ടി, ചെമ്പേരി, ചെറുപുഴ, ആലക്കോട്, പയ്യാവൂർ എന്നീ മേഖലകളിൽ സന്ദർശിച്ച് തളിപ്പറമ്പ് സമാപിക്കും. സമരപ്രഖ്യാപന കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേളക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. തെരുവുനായ വിഷയത്തിൽ ഉടൻ പരിഹാരം കാണണം. തെരുവിലിറങ്ങി BJP. കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം. ഇനി ചെങ്കൊടിത്തണലിൽ കണ്ണൂരിലെ കോൺഗ്രസ് നേതാവ് CPM-ൽ ചേർന്നു. പുതിയ പാത തിരഞ്ഞെടുത്തത് മുൻ എടക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KV രവീന്ദ്രൻ. രക്തഹാരം അണിയിച്ച് സ്വീകരിച്ച് CPM നേതാക്കൾ. പ്രശ്നപരിഹാര അദാലത്ത്. വനിതാ കമ്മീഷന് മുന്നിൽ പരാതി പ്രവാഹം. കലക്ട്രേറ്റിലെ സിറ്റിംഗിൽ ലഭിച്ചത് 74 പരാതികൾ. 13 എണ്ണത്തിൽ തീർപ്പ്.
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, Emmo Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയ മുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇൻജക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രി വാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റമിംസ് കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. കോൺഗ്രസിന്റെ വർഗീയ കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ച് കണ്ണൂരിൽ മുതിർന്ന നേതാവ് പാർട്ടി വിട്ടു. മുൻ എടക്കാട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന KV രവീന്ദ്രനാണ് കോൺഗ്രസ് വിട്ട് കുടുംബത്തോടൊപ്പം CPM-ൽ ചേർന്നത്. നേതാക്കൾ P രവീന്ദ്രനെയും കൂടെയുള്ളവരെയും ചുവന്ന ഹാരമണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടത്. കണ്ണൂർ ബ്ലോക്ക് മുൻ പ്രസിഡന്റും എടക്കാട് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു രവീന്ദ്രൻ. കോൺഗ്രസ് മതേതര നിലപാട് കൈവിട്ടുവെന്ന് KV രവീന്ദ്രൻ പറഞ്ഞു. വർഗീയ കൂട്ടുകെട്ടുകൾ നമ്മൾ കോൺഗ്രസ് കണ്ടത് അതല്ല. ഈ രാജ്യത്ത് എല്ലാ മതങ്ങളും ഒരുപോലെയാണെങ്കിലും കോൺഗ്രസ് മതേതര രാഷ്ട്രീയം പിന്തുടരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു. പക്ഷേ ഇന്നത് അതിൻ്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു. ഇന്ന് ജമാഅത്തെ ഇസ്ലാമിനെ പോലുള്ള മതസംഘടനകളുമായി കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിൽ അധികാരത്തിൽ വരാൻ ഏത് മതസംഘടനകളുമായി കൂട്ടുചേർന്നുകൊണ്ട് വൃത്തികെട്ട രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ തുടർന്നു പോകാൻ സാധ്യമല്ല. നമ്മളൊക്കെ പണ്ട് കാലങ്ങളിൽ ഗാന്ധിയൻ മാർഗങ്ങളായിരുന്നു സ്വീകരിച്ചത്. നമ്മൾ കണ്ടത് ജനങ്ങളെ സേവിക്കുകയാണ്. ഇന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ജനങ്ങളെ സേവിക്കുകയല്ല, ജനങ്ങളെ യജമാനായി ജനങ്ങളെ ശാസിക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് നമ്മുടെ നേതാക്കൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. അത് കഴിയാതെ കൊണ്ടാണ് ആ പ്രസ്ഥാനവുമായി വിട്ട് CPM-ന് പോലുള്ള ജനകീയ ബന്ധമുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് വരാൻ അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്നും അദ്ദേഹം പ്രതികരിച്ചു. കണ്ണൂർ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന സ്വീകരണ യോഗത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ, ജില്ലാ സെക്രട്ടറി KK രാഗേഷ് തുടങ്ങിയ നേതാക്കൾ KV രവീന്ദ്രനെയും കൂടെയുള്ളവരെയും ചുവന്ന ഹാരമണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. കണ്ണൂർ ജില്ലയിൽ തോട്ടട സ്വദേശിയും എടക്കാട് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കഴിഞ്ഞ 4 ദശകത്തോളമായി കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനും DCC അംഗവുമൊക്കെയായിരുന്ന KV രവീന്ദ്രൻ CPIM-ൽ ചേരുന്നത് കുടുംബത്തോടൊപ്പമാണ്. രവീന്ദ്രനെയും കുടുംബത്തെയും CPIM-ലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കോൺഗ്രസ് ഇപ്പോൾ വർഗീയ തീവ്രവാദ കക്ഷികളുമായിട്ടാണ് കൂട്ടുകെട്ടുണ്ടാക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് നിലമ്പൂരിൽ അവർ നടത്തിയ മുന്നണി ബന്ധം. താൽക്കാലികമായി നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിലും ദീർഘകാലത്തേക്ക് നമ്മുടെ രാജ്യത്തിന് അപകടമുണ്ടാക്കുന്ന ഒരു നയമാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ മേരീച്ചുവയിൽ പ്രവർത്തിച്ചിരുന്ന കോഴിക്കോട് യൂണിവേഴ്സിറ്റി B.Ed സെന്ററിലെ 1989 ബാച്ച് പൂർവ്വ ഗണിതശാസ്ത്ര അധ്യാപക വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു. 36 വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണൂരിലെ ഒരു സ്വകാര്യ ഹോട്ടലിലെ കോൺഫറൻസ് ഹാളിൽ ഒത്തുചേരൽ സംഘടിപ്പിച്ചത്. ഹൈസ്കൂൾ റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ KSFE കൊല്ലം ജില്ലാ റിട്ടയർഡ് ചീഫ് മാനേജർ C. സുരേഷ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അന്ന് ഒഴിഞ്ഞുകിടന്നിരുന്ന ഒരു സ്വകാര്യ സ്പിന്നിംഗ് മിൽ വാടക കെട്ടിടത്തിലാണ് B.Ed സെന്റർ പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ഈ സെന്റർ നിർത്തലാക്കുകയും കണ്ണൂർ യൂണിവേഴ്സിറ്റി നിലവിൽ വരികയും സ്ഥാപനം തന്നെ ഇല്ലാതാവുകയും ചെയ്തു. കൂടുതൽ പേരും വിദ്യാഭ്യാസ വകുപ്പിൽ അധ്യാപകരായും ഹെഡ്മാസ്റ്റർമാരായും ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരായും ആയി വിരമിച്ചവരായിരുന്നു.
ചുരുക്കം ചിലരെങ്കിലും മറ്റു വകുപ്പുകളിൽ ജോലി ചെയ്ത് വിരമിച്ചവരും ഏതാനും പേർ ഇപ്പോഴും സർവീസിൽ തുടരുന്നവരും. 1989 ഗണിതശാസ്ത്ര B.Ed ബാച്ചിലെ 30 പേർ സംഗമത്തിൽ പങ്കെടുത്തു. പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെ നേതൃത്വം കൊടുത്ത ചടങ്ങിൽ പ്രാർത്ഥനാ ഗാനത്തോടെ കണ്ണൂർ LICയിൽ ഹയർ ഗ്രേഡ് അസിസ്റ്റന്റായിട്ട് ജോലി ചെയ്യുന്ന K. ബാഹുലയന്റെ അധ്യക്ഷതയിൽ യോഗ നടപടികൾ ആരംഭിച്ചു. AK. സലിം ഷാ, KV. ശശീന്ദ്രൻ എന്നിവർ കോർഡിനേറ്റർമാരായി. MC. പ്രസന്നകുമാരി, ശ്രീ നാഗേഷ്, K. യതീന്ദ്രദാസ്, B. നാരായണൻ, N. ലിറ്റി ജോർജ്, KV. വൃന്ദ, S. ജസ്സി, ഷോളി M. സെബാസ്റ്റ്യൻ, N. സൈനുദ്ദീൻ, VK. ശ്രീലത, BT. ഉണ്ണികൃഷ്ണൻ, ഷേർലി ജോർജ്, R. ഗിരിജ, T. ഗ്രേസി, ട്രീസ മരിയ തോമസ്, മോളി EKC, സുമതി, ബീന വർഗീസ്, നിർമ്മല മാത്യു, CB. ഫാരിസ, PH. നിസിലി, N. ഉമാദേവി, K. സരോജിനി എന്നിവർ പഴയകാല കലാലയ ഓർമ്മകൾ പങ്കുവച്ച് സംസാരിച്ചു. തുടർന്ന് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ച് ദേശീയഗാനം ആലപിച്ച് പിരിഞ്ഞു. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ഠവിണ്ണിൻ തടാകമേ. എവിടെയും എനിക്കൊരു വീടുണ്ട്, ഞാനുമുണ്ടെഴുതി മുഴുമിക്കാത്ത കവിതയും. നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുന സന്ധ്യയിൽ. എടൂർ സെന്റ് മേരീസ് HSS റിട്ടയർഡ് അധ്യാപിക K. ബീന മേരി നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വനിതാ കമ്മീഷൻ കണ്ണൂരിൽ സിറ്റിംഗ് നടത്തി. കളക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P. കുഞ്ഞായിഷയുടെ നേതൃത്വത്തിൽ നടന്ന സിറ്റിംഗിൽ 74 പരാതികൾ പരിഗണിച്ചു. 13 പരാതികൾ തീർപ്പാക്കി. 3 പരാതികളാണ് പുതുതായി വനിതാ കമ്മീഷൻ സിറ്റിംഗിലെത്തിയത്. അഡ്വക്കേറ്റ് ചിത്തിര ശ്രീധരൻ, അഡ്വക്കേറ്റ് പ്രമീള എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. ഗാർഹിക പീഡനങ്ങൾ, വഴിത്തർക്കം, സാമ്പത്തിക ഇടപാടുകളിലൂടെ വഞ്ചിച്ചു തുടങ്ങിയ പരാതികളാണ് കമ്മീഷന് മുമ്പാകെ വന്നതെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P. കുഞ്ഞായിഷ പറഞ്ഞു. ഒരു തൈ നടാം വൃക്ഷവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ജില്ലാ പഞ്ചായത്തിലെ 35 അംഗങ്ങൾ ഓർമ്മമരം നട്ടു. മയ്യിൽ ഗ്രാമപഞ്ചായത്തിലെ ചട്ടുകപ്പാറ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള ആരൂടം ക്യാമ്പസിലാണ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഓർമ്മമരം നട്ടത്. കാലാവസ്ഥാ വ്യതിയാനത്തിന് മരമാണ് മറുപടി എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ഒരു തൈ നടാം എന്ന പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാരിയാണ് ആദ്യ തൈ നട്ടത്. കാലാവസ്ഥയിൽ വ്യതിയാനമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഏറ്റവും വലിയ മറുപടി എന്ന നിലയിൽ മരം നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ മറുപടി. അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന തലത്തിൽ 1 കോടി മരം നട്ടുപിടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ 6 ലക്ഷം തൈകളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടുന്നതിന് വേണ്ടി ആലോചിച്ചിട്ടുള്ളത്. അപ്പം ഓരോ തദ്ദേശ സ്ഥാപനത്തിലെയും ജനപ്രതിനിധികളടക്കം ഓർമ്മമരം എന്ന പേരിൽ ഇത്തരത്തിൽ മരം നട്ടുകൊണ്ട് നമ്മുടെ നാടിനകത്ത് പരമാവധി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക എന്ന ലക്ഷ്യം പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനമാകെ 1 കോടി വൃക്ഷത്തൈകൾ നടാൻ ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാരിയാണ് ആദ്യ തൈ നട്ടത്. മുഴുവൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഓർമ്മമരം നട്ടു. 35 ഫലവൃക്ഷ തൈകളാണ് നട്ടത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സൂസൺ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. ഒരു തൈ നടാം ക്യാമ്പയിനെ കുറിച്ച് ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശ്രീജിനി NV നന്ദി പറഞ്ഞു. 2025 സെപ്റ്റംബർ 30-നകം 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരു തൈ നടുക എന്ന ക്യാമ്പയിൻ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 9155, പവന് 73,240 രൂപ, വെള്ളി 119 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരുവുനായ വിഷയത്തിൽ ഉടൻ പരിഹാരം കാണണം. തെരുവിലിറങ്ങി BJP. കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം.
ഇനി ചെങ്കോടിത്തണലിൽ കണ്ണൂരിലെ കോൺഗ്രസ് നേതാവ് CPM-ൽ ചേർന്നു. പുതിയ പാത തിരഞ്ഞെടുത്തത് മുൻ എടക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KV രവീന്ദ്രൻ. രക്തഹാരം അണിയിച്ച് സ്വീകരിച്ച് CPM നേതാക്കൾ. പ്രശ്നപരിഹാര അദാലത്ത്. വനിതാ കമ്മീഷന് മുന്നിൽ പരാതി പ്രവാഹം. കലക്ട്രേറ്റിലെ സിറ്റിംഗിൽ ലഭിച്ചത് 74 പരാതികൾ. 13 എണ്ണത്തിൽ തീർപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.